അനുഗ്രഹമേറിയതായ ഒരു നല്ല സുദിനവും കൂടി വലിയവനായ കർത്താവ് നമ്മുടെ ജീവിതത്തിൽ ദൈവത്തെ ലൂക്കോസിന്റെ സുവിശേഷം 7-ാം അധ്യായം അതിലെ 11 മുതൽ 17 വരെയുള്ള നാം വായിക്കുമ്പോൾ രണ്ട് വ്യത്യസ്ത ദിശകളിലേക്ക് യാത്ര ചെയ്യുന്ന രണ്ട് യാത്രാ സംഘങ്ങളെ നമുക്ക് കാണുവാനായിട്ട് ഒരു യാത്രാക്കൂട്ടം പട്ടണത്തിലെ അകത്തേക്ക് കടന്നു വരുന്ന ഒരു കൂട്ടം, മറ്റ് ഒരു സംഘം പട്ടണത്തിന് അകത്തു നിന്ന് പുറത്തേക്ക് പോകുന്ന ഒരു സംഘം. ഈ രണ്ട് യാത്രാ സംഘങ്ങളുടെയും അവസ്ഥ രണ്ട് നിലകളിലുള്ളതാണ്. ആദ്യത്തെ കൂട്ടരോട് നമ്മൾ ചോദിച്ചു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ യേശു കർത്താവും ശിഷ്യന്മാരുമായി പട്ടണത്തിലേക്ക് കടന്നു വരുന്ന ജനത്തോട് നാം ചോദിച്ചാൽ അവർക്ക് പറയുവാൻ അനേക സാക്ഷ്യങ്ങളുണ്ട്. മരിക്കത്തക്ക രോഗം പിടിപെട്ടതായ ഞങ്ങളുടെ മരണത്തിൻ്റെ അവസ്ഥയിൽ നിന്ന് ജീവനിലേക്ക് കൈപിടിച്ച് നടത്തിയ ഒരു നാഥന്റെ പുറകെയാണ് പട്ടണത്തിലേക്ക് ഞങ്ങൾ യാത്ര ചെയ്യുന്നത്. എന്നാൽ മറുഭാഗത്ത് നാം നോക്കുമ്പോൾ ഒരു ചെറുപ്പക്കാരൻ മരിച്ചു, അവന്റെ ശവമഞ്ചവുമായി ശ്മശാനത്തിലേക്ക് അവനെ അടക്കുവാനായി വിലാപയാത്രയുമായി പോകുന്ന ഒരു കൂട്ടം. അങ്ങനെ രണ്ട് വ്യത്യസ്ത നിലകളിലേക്ക് യാത്ര ചെയ്ത രണ്ട് യാത്രാക്കൂട്ടത്തെയാണ് നാം അവിടെ കാണുന്നത്. ഇത്ര വലിയ ജനാവലി അവിടെ ഉണ്ടായിരുന്നിട്ടും യഥാർത്ഥമായി മനസ്സു തകർന്ന് വിലപിക്കുന്ന യഥാർത്ഥ ഉടമയെ യേശു കർത്താവ് കാണുവാനായിട്ട് ഇടയായി തീർന്നു. ചെറുപ്പക്കാരന്റെ ശവമഞ്ചവുമായി പുറത്തോട്ട് പോകുന്ന ആ ജനക്കൂട്ടത്തിൽ യഥാർത്ഥമായി മകന്റെ വേർപാട് മൂലം വളരെ ദുഃഖത്തിലും പ്രയാസത്തിലുമായിരുന്ന സ്ത്രീയെ യേശു കാണുവാനായിട്ട് ഇടയായി തീർന്നു. ഈ ലോകത്തിൽ നാം സഞ്ചരിക്കുന്നതായ സമയത്ത് അനേക സഹയാത്രികളും അനേക ജനക്കൂട്ടങ്ങളും നമുക്ക് ചുറ്റുമുണ്ടെന്നിരിക്കാം. എങ്കിലും നമ്മുടെ ഹൃദയത്തിൻ്റെ അവസ്ഥകളെയും ഹൃദയത്തിൻ്റെ വേദനകളെയും നമ്മുടെ ആമേൻ ഹല്ലേലൂയ നിലവുകളെയും ദൂരത്ത് നിന്ന് ആരാഞ്ഞറിയുന്നവനായ ഒരു ദൈവം നിന്റെ ഹൃദയത്തിൻ്റെ അവസ്ഥയെ അറിഞ്ഞ് ഇന്ന് പകൽക്കാലം നിനക്ക് വേണ്ടി അത്ഭുതത്തെ ചെയ്യുവാൻ ആമേൻ നിന്റെ അടുത്ത് വരുമെന്നുള്ള കാര്യം ഇന്ന് പകൽക്കാലം മറന്നു പോകരുത്. വിലാപയാത്രയുമായി സഞ്ചരിച്ചതായ ആ ജനക്കൂട്ടത്തിന്റെ നടുവിൽ യഥാർത്ഥ വേർപാടിന്റെ ദുഃഖം അനുഭവിച്ചതായ ആ വിധവയെ കണ്ടിട്ട് യേശു കർത്താവ് അവളോട് ഇങ്ങനെ പറയുവാനായിട്ടിടയായി തീർന്നു, കരയേണ്ട. എന്നെ കേൾക്കുന്ന ദൈവജനമേ, ഇന്ന് പകൽക്കാലം നീ ഏതവസ്ഥയിലായിരിക്കുന്നുവോ, ഏതു വിഷയത്തിന്റെ മേൽ നീ ഭാരപ്പെടുന്നുവോ, ആ വിഷയത്തെ കണ്ടുകൊണ്ട് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് വചനത്തിലൂടെ ഇന്ന് പകൽക്കാലം ആലോചന വിളിച്ചു പറയുക, നീ കരയേണ്ട. നിന്റെ കരച്ചിലിന് ആമേൻ ഹല്ലേലൂയ ആമേൻ മറുപടിയുമായി ഇതാ യേശു കർത്താവ് നിന്റെ അടുക്കൽ കടന്നു വന്നിരിക്കുകയാണ്. അവളോട് കരയേണ്ട എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ട് യേശു കർത്താവ് ശവമഞ്ചത്തിൽ തൊട്ടു. ആ ചെറുപ്പക്കാരനോട് എഴുന്നേൽക്ക എന്ന് പറഞ്ഞപ്പോൾ അവൻ എഴുന്നേറ്റ് ഇരുന്ന് സംസാരിക്കുവാൻ തുടങ്ങി. വചനം നമ്മളെ ഇങ്ങനെ പഠിപ്പിക്കുന്നുണ്ടല്ലോ, അവൻ നമ്മുടെ വിലാപത്തെ നൃത്തമാക്കി തീർക്കുന്നവനായ ദൈവമാണ്.
വിലാപയാത്രയുമായി കടന്നു വന്ന ജനത്തിന്റെ ഇപ്പോഴത്തെ അവസ്ഥ, ആമേൻ, അല്ല എങ്കിൽ ആ വിലാപയാത്രയോട് ചേർന്ന് നടന്ന വേർപാടിന്റെ യഥാർത്ഥ ദുഃഖം അനുഭവിച്ചു കൊണ്ടിരുന്ന ആ മാതാവിന്റെ ഇപ്പോഴത്തെ മാനസിക അവസ്ഥ മറ്റുള്ള എല്ലാവരെക്കാളും, ആമേൻ, ഹല്ലേലൂയ, വ്യത്യസ്തമായിരുന്നു. കാരണം അവരുടെ വിലാപത്തെ കർത്താവ് നൃത്തമാക്കി തീർത്തു. അവളുടെ രട്ട് അഴിച്ച് ദൈവം അവളെ സന്തോഷം ഉടിപ്പിക്കുവാനായിട്ടിടയായി തീർന്നു. പകൽക്കാലം എനിക്ക്, ആമേൻ, വചനത്തിലൂടെ നിങ്ങളോട് പറയുവാനുള്ളത്, നമ്മുടെ, ആമേൻ, ഹല്ലേലൂയ, പ്രശ്നങ്ങളുടെ മേൽ കർത്താവ് ഇടപെട്ടാൽ നിന്റെ ദുഃഖത്തെ അവൻ, ആമേൻ, ഹല്ലേലൂയ, അവൻ സന്തോഷമാക്കി തീർക്കും. നിന്റെ വിലാപത്തെ അവൻ നൃത്തമാക്കി തീർക്കുവാനായിട്ട് ഇടയായിത്തീരും. രണ്ടു കൂട്ടരുടെ യാത്ര ഒന്ന് നാം തുലനം ചെയ്തു പഠിച്ചാൽ, യേശു കർത്താവിനോട് കൂടെയുള്ള, ആമേൻ, നമ്മുടെ യാത്ര ഈ നിത്യനാശത്തിന്റെ, ആമേൻ, ഹല്ലേലൂയ, ഈ നിത്യനാശത്തിൽ നിന്ന്, ആമേൻ, നിത്യമായ ഒരു പട്ടണത്തിലേക്കാണ് നാം, ആമേൻ, ഹല്ലേലൂയ, നമ്മുടെ യാത്ര നാം ചെയ്യുന്നത്. ഇന്ന്, ആമേൻ, നിരാശയിലേക്ക് കടന്നു പോകുന്ന അനേക ജനങ്ങളെ കണ്ടുകൊണ്ട് ദൈവത്തിന്റെ വചനം, ആമേൻ, ഹല്ലേലൂയ, പറയുകയാണ്, നീ കരയണ്ട, നിരാശപ്പെടേണ്ട, നിന്റെ വിഷയത്തിന്റെ മേൽ, ആമേൻ, വിടുതൽ നൽകുവാൻ യേശു കർത്താവ് ഇതാ അടുത്തു വന്നിരിക്കുകയാണ്. ഇന്ന് പകൽക്കാലം വചനം നമ്മോട് പറയുന്നത്, നിന്റെ ഭാരം യഹോവയുടെ മേൽ വെച്ചുകൊള്ളുക. അതെ, ആകയാൽ തക്ക സമയത്ത് അവൻ നിങ്ങളെ ഉയർത്തേണ്ടത് ദൈവത്തിന്റെ ബലമുള്ള കരങ്ങളിൽ തണരും. നമ്മുടെ ജീവിതത്തിൽ നേരിടുന്നതായ സകല വൈഷമ്യങ്ങളെയും, സകല പ്രതികൂലങ്ങളെയും, സകല പ്രതിസന്ധികളെയും അതിജീവിക്കുവാൻ സ്വർഗത്തിലെ വലിയവനായ ദൈവം നമ്മെ ഏവരെയും സഹായിക്കട്ടെ എന്നുള്ള നല്ല ആഹ്വാനത്തോടുകൂടി ഈ ചെറിയ സന്ദേശത്തിൽ നിന്ന് ഞാൻ വിരമിച്ചു കൊള്ളുന്നു. ദൈവമായ കർത്താവ് ഏവരെയും സമൃദ്ധിയായി അനുഗ്രഹിക്കട്ടെ. മാറാനാഥ.